ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ FIR എന്ന് പറയുന്ന നടപടി മൂലം ഏതാണ്ട് 65 ലക്ഷത്തിൽ പരം ആളുകളെയാണ് ഒഴിവാക്കിയത്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് അവിടെ ഒഴിവാക്കിയത് എന്നുള്ളതുണ്ട്. അങ്ങനെ ഒരാക്ഷേപം അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും ഒക്കെ വളരെ അധികം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അവരവിടെ ഒരു യാത്ര തന്നെ ഈ പ്രതിഷേധ സൂചകമായിട്ട് നടത്താനും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണെന്നറിയാമോ? 11 രേഖകൾ കേട്ടോ ഈ പൗരത്വം തീരുമാനിക്കാനായിട്ട്, അതായത് ഒരു വോട്ടവകാശം തീരുമാനിക്കാനായിട്ട് അവർ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ പൗരത്വം എന്നുള്ളതാണ്, അതങ്ങ് മാറ്റി വോട്ടവകാശം തീരുമാനിക്കാനായിട്ട് കേട്ടോ ഒരു വോട്ടർക്ക് വേണ്ടത് 11 ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. 11 എണ്ണം ഉണ്ട്, ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഈ 11 എണ്ണം ഓരോന്ന് ഞാനൊന്ന് പറയാം കേട്ടോ. ഒന്നാമത്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് ഓർ എനി അതർ ഗവൺമെൻറ് അതോറിറ്റി. അതായത് ജനന സർട്ടിഫിക്കറ്റ്, ആരെങ്കിലും കൊടുത്തേക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ എനിക്ക് 69 വയസ്സുണ്ട്, എനിക്കൊരു ജനന സർട്ടിഫിക്കറ്റ് വേണം എന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ആര് തരും? ആരാ തരുന്നത്? ഈ ബീഹാറിലെ ജനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 40 വയസ്സെങ്കിലും പ്രായമുള്ള ഒരുത്തിനും ജനന സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, അവിടെ കാണത്തില്ല. ഇതൊന്നും അവിടെ പറയത്തില്ല. അവരിങ്ങനെ ചുമ്മാതിരുന്ന് പ്രസവിക്കും, അത് കാണുന്നതിനെയൊക്കെ കുറേ എണ്ണം നടക്കും, കുറേ എണ്ണം അവിടെ അത് ചെയ്യും, മറ്റേ ജോലി ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ നടക്കുന്നവന് ഇറച്ചി വെട്ടും, പല ജോലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാർക്ക് എവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത്? അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലെങ്കിൽ അതേപോലുള്ള ഗവൺമെൻറ് അതോറിറ്റി ഏതെങ്കിലും കൊടുത്ത ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇനി രണ്ടാമത്തെ ഡോക്യുമെൻറ്റ് പാസ്പോർട്ട് ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബീഹാറിലേക്ക് എനിക്ക് തോന്നിയാൽ ഒരു 2% ആൾ ചിലപ്പോൾ കണ്ടേക്കും പാസ്പോർട്ട്. ഇവിടെ കേരളത്തിൽ തന്നെ എത്ര പേർക്ക് പാസ്പോർട്ടുണ്ട്? എല്ലാവർക്കും ഒന്നും പാസ്പോർട്ടില്ല. അപ്പോൾ പാസ്പോർട്ട് അതും യഥാർത്ഥത്തിൽ ഈ അക്ഷരാഭ്യാസം ഇല്ലാതെ നടക്കുന്ന പല ആളുകൾക്കും പാസ്പോർട്ട് എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ഇനി മൂന്നാമത്തെ ഡോക്യുമെൻ്റ് മെട്രിക്കുലേഷൻ ഓർ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. അതായത് മെട്രിക്കുലേഷൻ പാസ്സായ സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ്ഡ് ബോർഡിൻ്റെ, അംഗീകരിക്കപ്പെട്ട ഒരു ബോർഡിൻ്റെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എളുപ്പമുള്ള കാര്യമല്ലേ? അക്ഷരാഭ്യാസം ഇല്ലാത്ത പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന് എവിടുന്നാണ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്? ഈ 65 ലക്ഷം ഒഴിവാക്കിയെന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു 90% വിദ്യാഭ്യാസം കാണത്തില്ല. ഉണ്ടെങ്കിൽ അവർ അതിനുള്ള മാർഗമൊക്കെ നോക്കിയേനെ, അതൊന്നും ഇല്ല. പിന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ, ഇവിടെ 10ാം ക്ലാസ്സിൽ പോലും പാസ്സാവാൻ നടക്കുന്നവന്മാരാണ് ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്. അപ്പോൾ ഈ കാര്യം ഇനി അടുത്തത് ഇതിനെക്കുറിച്ചൊന്നും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇനി അടുത്തത് നാലാമത്തത് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓർ പെൻഷൻ ഓർഡർ. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഐഡൻറ്റിറ്റി കാർഡ്, അതായത് അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കല്ല കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെൻഷൻ ഓർഡർ, പെൻഷനായവർക്ക് അവർക്ക് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ. ശരിയാണ്, അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ പെൻഷനായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ കൂലിവേലയ്ക്ക് ചുമടെടുക്കാനും അതിനും ഇതിനും പോർട്ടർ പണിക്കും ഇതിനും ബാക്കിയുള്ള കൂലിപ്പണിക്കും ഒക്കെ നടക്കുന്നവന്മാർക്ക് എവിടുന്നാണ് ഈ ഗവൺമെൻറ് ഓർഡർ കിട്ടുന്നത്? ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഒന്നുമില്ല. ഇനി അടുത്തത് അഞ്ചാമത്തത് പെർമനൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ സിമിലർ അതോറിറ്റി. അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് കളക്ടറാണ്. കളക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പെർമനൻറ്റ് റെസിഡൻസ്, അതായത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഇത് ഏത് കളക്ടർമാർ കൊടുക്കും അവിടെ ഈ ബീഹാറിൽ? മൺകൂരയ്ക്കകത്ത് താമസിക്കുന്നവന്മാർക്ക് എവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്? പെർമനൻറ്റ് ഡൊമിസൈലാണ് വേണ്ടിയത്. അത് പെർമനൻ്റാന്ന് ഏത് കളക്ടർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കും? ചിലപ്പോൾ ഇതൊരു 10-100 പേർക്ക് കിട്ടുന്നിരിക്കും, എന്നാൽ ഈ 65 ലക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ 6 ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് അണ്ടർ ദ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. അതായത് വനഭൂമിയിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം, ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ഫോറസ്റ്റ് റൈറ്റ്സ് സർട്ടിഫിക്കറ്റ് കിട്ടണം.
അത് തന്നെ ഈ കാട്ടി കിടക്കുന്നവർക്ക് അവർക്ക് അല്ലെങ്കിൽ അതേപോലെ നടക്കുന്ന ട്രൈബ്സിന് ഇതെങ്ങാണോ അറിയാമോ, വാങ്ങിക്കാൻ പറ്റുമോ അവർക്ക്? പോട്ടെ. 7 കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് SC/ST അല്ലെങ്കിൽ OBC ഇഷ്യൂഡ് ബൈ എ കോമ്പിറ്റൻ്റ് അതോറിറ്റി. ജാതി സർട്ടിഫിക്കറ്റ് അത് ശരിയാ. ഈ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴേ അവിടെ തഹസീൽദാർമാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ. അങ്ങോട്ട് വാങ്ങിക്കാൻ നേരത്ത് അവർ വേറെ കുറേ ഡോക്യുമെൻറ്റുകൾ ചോദിക്കും. നീ ഏതച്ഛന് ജനിച്ചതാണ്, നിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക. അപ്പോൾ ഇല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കും അവർ? അപ്പോൾ അതും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇനി അടുത്തത് 8 NRC ഡോക്യുമെൻ്റ് വേർ ആപ്ലിക്കബിൾ. അതായത് മനസ്സിലായല്ലോ, നമുക്ക് സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ അമെൻമെൻ്റൊക്കെ വന്നതിന് ശേഷം NRC ഡോക്യുമെൻ്റ്, അതായത് അവിടെ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, ചിലപ്പോൾ ഇപ്പോൾ ആസാമിലുമൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് NRC ഡോക്യുമെൻ്റ്, ആ സർട്ടിഫിക്കറ്റ്, അതാണ് ആ ഡോക്യുമെൻ്റ് വേണം. അതും ഈ ബീഹാറിൽ ഉള്ള ഈ 65 ലക്ഷം ആളുകൾക്ക് ആർക്കെങ്കിലും ആപ്ലിക്കബിൾ ആണോ? 9 ഫാമിലി രജിസ്റ്റർ ഇഷ്യൂഡ് ബൈ ലോക്കൽ ബോഡീസ്. ഫാമിലി രജിസ്റ്റർ ലോക്കൽ ബോഡീസ്, അതായത് ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവരൊക്കെ കൊടുത്തേക്കുന്ന ഫാമിലി സർട്ടിഫിക്കറ്റ് എളുപ്പമായി കിട്ടാൻ അങ്ങ് എന്നേച്ചാൽ മതി. അടുത്തത് കേട്ടോ 10 ലാൻഡ് ഓർ ഹൗസ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം എ ഗവൺമെൻറ് ഓഫീസ്. ലാൻഡ് വസ്തു അല്ലെങ്കിൽ ഹൗസ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. പുറമ്പോക്കിൽ കുടിൽ വെച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്നവന്മാർ ഒരുപാടുണ്ട്. ഇവർക്കൊക്കെ ഈ സർക്കാർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? ഒന്നുമില്ലല്ലോ. സർക്കാർ അലോട്ട് ചെയ്തിരിക്കണം ആ ലാൻഡ്. അങ്ങനെയുള്ളവന്മാർക്ക് മതിയോ വോട്ട്? ദരിദ്ര നാരായണന്മാരെന്ന് പറയുന്നവർക്ക് വോട്ട് വേണ്ടേ? അടുത്തത് 11 ഗവൺമെൻറ് ഓർ PSU ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഡേറ്റഡ് ബിഫോർ 1987. 1987 മുമ്പ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൊടുത്തേക്കുന്ന ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ്. അതൊക്കെ തന്നെ ഈ പറഞ്ഞത്. അതൊക്കെ ആ ജോലിയുള്ളവന്മാർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ഇനി അടുത്തത് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ആധാർ, പാൻ ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഡു നോട്ട് മേക്ക് ദ കട്ട് ആസ് സ്റ്റാൻഡ് അലോൺ പ്രൂഫ് ഫോർ ദിസ് എക്സർസൈസ്. അതായത് ആധാർ, പാൻ കാർഡ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അത് മാത്രമായിട്ട് ഇതിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഈ 11 ഡോക്യുമെൻ്റ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. ആധാറില്ല, പാൻ കാർഡില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ആധാർ എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞതനുസരിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ മറ്റേതുമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിൽ എണീച്ചടങ്ങാൻ ഒക്കത്തില്ല, ആഹാരം കഴിക്കാൻ പോകില്ല, മൂത്രം ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ആധാർ അടുപ്പിച്ചില്ലേ? എന്തിനാ ഇത് ചെയ്തേ ഈ ആധാർ? അത് ഗവൺമെൻറ് ഒന്ന് ചിന്തിക്കണ്ടേ? ഈ ആധാർ എന്ന് പറയുന്നതിൻ്റെ പിന്നെ അതിൻ്റെ ഉപയോഗം എന്താണ്? അപ്പോൾ അടുത്തത് ഇനി വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് ആൾറെഡി ലിസ്റ്റഡ് ഇൻ 2003. കേട്ടോ, അതായത് 2003 ലിസ്റ്റ് ചെയ്തേക്കുന്ന വോട്ടേഴ്സ് നീഡ് നോ എക്സ്ട്രാ പേപ്പർ വർക്ക് കേട്ടോ. അവർ ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അങ്ങനെ ഇതിൽ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ 2003 കേട്ടോ അവർ ലിസ്റ്റ് ചെയ്തേക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടവരാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അയാൾക്ക് സ്റ്റെപ്പിൻ ചെയ്യാം, അയാൾക്ക് അതിന് നടപടികൾ എടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസകരമായ ഒരു തീരുമാനം വന്നേക്കുന്നത് വളരെ നല്ലതാണ്. അത് കാരണം അവിടെ സുപ്രീം കോടതി പറഞ്ഞു ഈ 65 ലക്ഷത്തിൽ പരം ആളുകളെ ഒഴിവാക്കിയല്ലോ, ആ ഒഴിവാക്കിയവരെ ഡിജിറ്റലായിട്ട് അവരുടെ എല്ലാം അത് പരസ്യപ്പെടുത്തണം. ഇലക്ഷൻ കമ്മീഷൻ ഇമ്മീഡിയറ്റ്ലി അടുത്ത വെള്ളിയാഴ്ച കേസ് വെച്ചേക്കാണ്, അതിന് മുമ്പ് ഇത് പരസ്യപ്പെടുത്തിക്കൊള്ളണം. ആ പരസ്യപ്പെടുത്തിയാൽ ഐഡൻറ്റിറ്റി കാർഡ്, വോട്ടർ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച് ഇത് കണ്ടുപിടിക്കാം. അങ്ങനെ ആ രീതിയിൽ അത് പരസ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് ട്രാൻസ്പെറൻസി വരും. അപ്പോൾ ഇലക്ടറൽ അതിന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിൻ്റെ കണക്കനുസരിച്ച് ഈ 65 ലക്ഷത്തിൻ്റെ എന്തോ കാര്യം എന്നറിയോ, 22 ലക്ഷം ആളുകൾ മരിച്ചുപോയതാണ്. ഇതിനകത്ത് മരിച്ചുപോയ 2 ആളുകളെന്ന് അവർ പറഞ്ഞ 2 ആളുകളെയാണ് സുപ്രീം കോടതി പ്രൊഡ്യൂസ് ചെയ്തത് അവസാനം. അപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇതിൽ കള്ളക്കളി, അവർ മരിച്ചുപോയിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അപ്പം 2 പേരുടെ അത് 22 ലക്ഷം ആളുകൾ മരിച്ചുപോയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനുള്ളത് മരിച്ചവർക്ക് വോട്ട് കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല, അവർക്ക് വോട്ടവകാശം വേണ്ട. പിന്നെ എന്താ 36 ലക്ഷം ആളുകൾ അവിടുന്ന് മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിയവരാണെന്ന്. മറ്റ് സ്ഥലങ്ങളിൽ കുടിയേറിയെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? മനസ്സിലായിട്ടുണ്ട്. ബീഹാറികളല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ജോലിക്ക് വരുന്ന ആളുകൾ.
അവരെ അവരുടെ ഫാമിലി അവിടെ ആക്കും, അവിടെ ഭാര്യയും മക്കളും അവിടെ കാണും. അവന്മാർ എന്തെങ്കിലും കാശുണ്ടാക്കിയെടുത്ത് അവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഈ കേരളത്തിലേക്കൊക്കെ വരും. അത് കുടിയേറ്റമാണ്. ഇവിടെ വന്ന് അവർ ജോലി ചെയ്തിട്ട് പോകുന്നതാണ്. അവർ മുറയ്ക്ക് അവിടെ അവരെ വീട്ടിൽ ചെല്ലും. അവർ കുടിയേറ്റമാണോ അത്? അപ്പോൾ അങ്ങനെ കുടിയേറി പോയേക്കുന്ന 36 ലക്ഷം ആളുകളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബാക്കി ഒരു 7 ലക്ഷം എന്ന് പറയുന്നത് എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നത് അറിയോ? അതിൻ്റെ കണക്ക് 7 ലക്ഷത്തോളം ആളുകൾ അവർക്ക് ഡ്യുവൽ വോട്ടേഴ്സ്, അതായത് അവർക്ക് ഒന്നിലധികം വോട്ട് ഉണ്ട്. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഇരട്ടിപ്പാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ളവരെയാണെന്ന് പറഞ്ഞു. ഏതായാലും ഈ 65 ലക്ഷത്തിൻ്റെ കാര്യം ഇപ്പോൾ പരസ്യപ്പെടുത്തണമല്ലോ. പരസ്യപ്പെടുത്തുമ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അത് കണ്ണടച്ചിരിക്കരുത്, നോക്കി മനസ്സിലാക്കാനുള്ള ഒരവസരമുണ്ട്. അത് പെട്ടെന്ന് പഠിച്ച് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതാണ് ചെയ്യേണ്ടത്. ഏതായാലും ഒരു ട്രാൻസ്പെറൻസി ഏത് കാര്യത്തിനും വേണ്ടേ? ഒരു കാര്യവുമില്ലാതെ ഇപ്പോൾ 2003 വോട്ടർ പട്ടികയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മതിയായിരുന്നല്ലോ. കൂടുതലായിട്ട് ആളുകളെ ചേർക്കുന്നതല്ലാതെ ഈ 65 ലക്ഷത്തിനെ അതിൽ നിന്ന് എടുത്ത് കളയേണ്ട കാര്യമുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ചിന്തിക്കേണ്ടതാണ്. തന്നിഷ്ടത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി, രാഷ്ട്രീയ ചായ്വോടുകൂടിയും ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന് ഈ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിലേക്ക് വെളിച്ചം വീശണമെന്നുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിവരങ്ങൾ എന്തായാലും പുറത്തോട്ട് വരുമല്ലോ, അന്നേരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും.